ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. ഭയങ്കര റിയൽ ലൈഫ് എവിടെയൊക്കെയോ അങ്ങനത്തെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഫീൽ ചെയ്തു. എല്ലാവരും അതിമനോഹരമായിട്ട് ചെയ്തു. അപ്പു, ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റും, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവൻ ധ്യാൻ ആക്ച്വലി ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ വന്നപ്പോൾ കണ്ടു. ഞാൻ നാളെ അവനെ വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ധ്യാനെ സംബന്ധിച്ചോളം ഭയങ്കര ബ്രേക്ക് ത്രൂ ആണ് ഈ സിനിമ. ബാക്കി ഇതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര രസമായിട്ട് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് വിനീത് അറിയാലോ, എന്താ പറയാ, ഒരു കിങ് മേക്കർ ആണ്. ആക്ച്വലി ഞാൻ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റും എനിക്ക് എപ്പോഴും ഞാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈറ്റർ കം ഡയറക്ടറാണ്. ആൻഡ് കൺഗ്രാറ്റ്സ് ടു ദ എൻ്റയർ ടീം. തീർച്ചയായിട്ടും ഞാനത് അന്നേ പറഞ്ഞിരുന്നല്ലോ. ഞാനത് അതിന്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഇത് ആദ്യം ഒരു ബിഗിനിങ് ആണ്. ഓരോ നല്ല നല്ല മെച്ചുവേർഡ് ക്യാരക്ടർ, ഇതിപ്പോ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് കാണാനുണ്ട്. അങ്ങനെയല്ല എല്ലാ ആക്ടേഴ്സും, നമ്മൾ ഇതുവരെ ഇപ്പൊ ലാലേട്ടനാണേലും മമ്മൂക്ക ആണെങ്കിലും എല്ലാ ആക്ടേഴ്സും എന്താ പറയാ പോളിഷ്ഡ് ആയിട്ട് വരുമല്ലേ. കാരണം അത് അങ്ങനെ വരുള്ളൂ. കാരണം അങ്ങനെ സാധിക്കത്തുള്ളൂ. ഓരോ സിനിമ കഴിയുമ്പോൾ പഠിക്കുവാണല്ലോ, എക്സ്പീരിയൻസ് ബൈ എക്സ്പീരിയൻസിൽ അങ്ങനെ പോളിഷ് ആയിട്ട്. അപ്പോഴും ഭയങ്കരമായ മാറ്റമുണ്ട്. പാട്ടൊക്കെ പാടുമ്പോ അങ്ങനെ എവിടെയൊക്കെയോ കമലഹാസനല്ല ലാൽ സാറിന്റെ ഒരു ഫീലും കിട്ടുന്നുണ്ട്. ഞാൻ പറയാമെങ്കിൽ അതിനെ മാറ്റി അപ്പോഴത്തെ സ്റ്റൈലിലേക്ക് വരണം. അത് മാറി വരട്ടെ. കാരണം ഇപ്പൊ അതങ്ങനെയാണ് ചെറുതായിട്ട് അങ്ങനെ വരുന്നുണ്ട്. ബട്ട് അത് മാറി വരട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള തിയേറ്റർ ഡിസൈൻ സിനിമകളുണ്ടല്ലോ, അത് തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമയാണ്. ആളുകൾ ഒരുമിച്ച് ചിരിക്കുകയും ഒരുമിച്ച് സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ഫീല്. അപ്പൊ അത് കാണുമ്പോൾ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ആ ഒരു യൂഫോറിയ കാണുമ്പോൾ സാറിന് എന്താ ഫീൽ ചെയ്യുന്നത്? ഭയങ്കര സന്തോഷം. കാരണം 2014 തുടങ്ങിയിട്ട് മാലപ്പടക്കം പോലെയാണ് സിനിമകൾ, അതിഗംഭീര സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആക്ച്വലി ഇത് ആരുടെ സിനിമ ഒരാൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇത് ഇൻഡസ്ട്രിക്ക് ആസ് എ ഹോൾ ഭയങ്കര ഗുണകരമാണ്. കാരണം ഒരു സമയത്ത് പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് മാറിപ്പോയാൽ ഇത് ശരിക്കും പ്രേക്ഷകരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാണ് ഇങ്ങനെ ഓരോ സിനിമകൾ. ഇപ്പം മറ്റേ അടുത്ത എന്താ പറയുക, നമ്മുടെ ആവേശത്തിനും നല്ല റിപ്പോർട്ട്സ് കേൾക്കുന്നു. അതുപോലെ തന്നെ ഉണ്ണിമോഹന്റെ പടത്തിനും നല്ല റിപ്പോർട്ട്സ് കേൾക്കുന്നു. ഇതൊരു ഗോൾഡൻ പീരീഡ് ആണെന്ന് തോന്നുന്നു. അപ്പം പ്രേക്ഷകരങ്ങനെ തിയേറ്ററിലേക്ക് വരുന്നത് വേറെ ഫിലിം മേക്കേഴ്സിനും നല്ലതാണ്. അപ്പൊ അത് വളരെ സന്തോഷം. ഇങ്ങനെ ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ. നായക നടനെയും കൂടി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. കാരണം ഒരു സിനിമ മൊത്തം ഷോൾഡർ ചെയ്യുന്ന ധ്യാനാണ് നമ്മുടെ കാണുന്ന വർഷങ്ങൾ. തീർച്ചയായിട്ടും ധ്യാൻ വളരെ വളരെ പക്വതയായിട്ട് വളരെ കൺട്രോൾഡ് ആയിട്ട്, അതെ ഞാൻ പറഞ്ഞു, ധ്യാനാണ് ഇതിനകത്ത് സ്പെഷ്യൽ മെൻഷനായിട്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ബാക്കി എല്ലാവരും ഓൾറെഡി പ്രൂവൺ ആണ്. ഞാൻ പ്രൂവൺ അല്ലെന്നല്ല ഞാൻ പറഞ്ഞ. ഞാൻ ചെയ്യുന്നത് സാധാരണ ഇതുവരെ ചെയ്ത് ഞാൻ കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഭയങ്കര മച്ചൂർഡായിട്ട് ഒരു ക്യാരക്ടറായിട്ട് തോന്നി. ഈ സിനിമയിൽ സ്ഥിരം വിനീത് ശ്രീനിവാസൻ സ്ട്രക്ചറിൽ അല്ലാത്ത കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഈ സിനിമയിനകത്തുണ്ട്. ടിസ്റ്റുകൾ വിനീത് എല്ലാ ടൈപ്പ് സിനിമകളും ചെയ്യുന്നൊരു ഡയറക്ടറാണ്. ഗുഡ് റൈറ്റർ. ഇതിനകത്ത് വളരെ മനോഹരമായ സ്ക്രിപ്റ്റിംഗും ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഞാൻ ശരിക്കും പിന്നെ ഇതിനകത്ത് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഒരു സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കേഴ്സിന്റെ അല്ല ഇങ്ങനത്തെ ഒരു ആൾക്കാരുടെ കഥയല്ല. അപ്പൊ നമുക്കത് കൂടുതൽ കണക്ട് ആവും. ഞാൻ കഴിഞ്ഞ കുടമ്പാക്കത്ത് പോയി കിടന്നിട്ടില്ലേലും നമ്മളങ്ങനത്തെ കഥകൾ കേട്ടിട്ടുണ്ട്. അല്ലാത്ത സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കണക്ട് ആവും. ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് സിനിമ. തീർച്ചയായിട്ടും എല്ലാ സിനിമയും കാണട്ടെ, എല്ലാ സിനിമയും ഓടട്ടെ. അത് ഇൻഡസ്ട്രിക്ക് ഗുണകരമാണ്. ഈ ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്ത് എന്തോ ഒരു മനുഷ്യരാണ് ജീവിക്കുന്നത്. അപ്പൊ അവർക്കെല്ലാം എല്ലാ സിനിമകളും ഓടണം. അതാണ്. അങ്ങനെയെങ്ങനെ ഞാൻ പറയുന്നത്, എല്ലാവർക്കും അവരുടെ വേഷം ചെറുതും വലുതും ആണെങ്കിലും അവരവരുടെ വേഷം ഒരു ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത്. നിവിൻ വന്ന് ഭയങ്കര രസമായിട്ട് നിവിനും പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്.